ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800120. സ്പെഷ്യൽ പെർഫോമൻസ് ആണ്, ഒന്നല്ല രണ്ട് പേരുടെ. നമ്മൾ ഇന്നുവിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പെർഫോമൻസ് ആണ്. ഇന്നിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പെർഫോമൻസ്. രണ്ടുപേരെയും വിളിക്കാം, രണ്ട് കലാകാരന്മാരെയും വിളിക്കാം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വെറയിലേക്ക് ലെറ്റ്സ് വെൽക്കം ശ്രീജിത്ത് ആൻഡ് രമേശ്. രമേശ്, സ്ഥലം എവിടെ രമേശ് ചേട്ടാ? എന്റെ വീട് പെരുമ്പിലാവ്, തൃശ്ശൂർ ജില്ലയില് കുന്നംകുളത്തിനടുത്തായിട്ട് പെരുമ്പിലാവ്. അപ്പൊ രമേശ് പെരുമ്പിലാവ് എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീതേട്ടാ, സ്ഥലം? പേരാമ്പ്ര, ചാലക്കുടിക്ക് അടുത്തുള്ള പേരാമ്പ്ര. ചാലക്കുടിക്കും ഇരിങ്ങാലക്കുടയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് പേരാമ്പ്ര. അടുത്താണ് ഞങ്ങള്. അപ്പോ എന്ത് പെർഫോമൻസ് ആണ് ഞങ്ങൾക്കും സ്പെഷ്യലി ഇന്നൂനും വേണ്ടിയിട്ട് ഇന്ന് പെർഫോം ചെയ്യാൻ വന്നത്? ആദ്യം രമേശേട്ടൻ പറ. ഞാന് ഇന്നസെന്റിന്റെ ഒരു ലൈവ് വോയിസ് അതൊന്ന് ചെയ്യാണ് ആദ്യം. ഇന്നസെന്റിന്റെ ലൈവ് വോയിസ് ഇന്നു, അതിനുശേഷം ഒരു സ്പോട്ട്. ആയിക്കോട്ടെ. ശരി. ഈ അടുത്ത കാലത്ത് ചാലക്കുടി MLA മിസ്റ്റർ ദേവസി അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞു, ഇന്നസെന്റ് മേലൂര് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു ശരി, ചെയ്യാം. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്? കടയാണോ അത് വേറെ എന്തെങ്കിലുമാണ്? അപ്പം അതൊന്നും സാറിൽ ഇന്നസെൻ്റ് ഏട്ടൻ അതൊന്ന് ചെയ്ത് തന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, എന്നാലൊന്നു പറ. അവസാനം പറയാണ് അദ്ദേഹം, ശ്മശാനം ഉദ്ഘാടനം. ഞാനാണെങ്കിൽ കുഴി കണ്ട അതിലേക്ക് വിടാൻ പാകത്തിന് അസുഖമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിപ്പിച്ചോളൂ. അടിപൊളി അടിപൊളി അടിപൊളി. ശരിക്കും അപ്പാപ്പം വന്ന് ചെയ്യണ പോലെ ആയിരുന്നു. ഗംഭീരായി. താങ്ക് യു. ഒരുപാട് ഇഷ്ടമായി. അടുത്ത സ്പോട്ട്. പറ്റിപ്പോയ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ ആള് ജീവിച്ചിരിപ്പില്ലല്ലോ. എന്നും സ്വയം കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. നിങ്ങളെ കോർത്ത് പശ്ചാത്താപിച്ചിട്ടേ ഉള്ളൂ മരണം വരെ. ലക്ഷ്മിയമ്മേ, ഈ വീടിന്റെ ആധാരം ഇവ മോഷ്ടിച്ചത് എന്തിനാണെന്നറിയോ? ഇതിന്റെ മൂത്തതിന്റെ കല്യാണം നടത്തി കൊടുക്കാനാ. പിന്നെ ഇവനൊരുത്തനെ തല്ലി നാട് കടത്തിയില്ലേ? ഇവളെ കെട്ടാൻ വന്നവനെ. അവൻ ഇവളെ കെട്ടാൻ വന്നതല്ല, ഈ കുടുംബത്തിന്റെ വേരെറുക്കാൻ വന്നവനാ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണേ, അപ്പ കാണും മാർക്ക്. അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? ആർമയുടെ അല്ലേ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ട്. എൻ്റെ ഉപ്പ 1100 ഉറുപ്പ്യായിട്ട് ഭൂമി കച്ചവടത്തിനിറങ്ങും. പക്ഷെങ്കില് കല്യാണ കച്ചവടത്തിന് പോയിട്ടില്ല. കെട്ടിയോളെയും മക്കളെയും മറന്ന് ജീവിച്ചിട്ടുമില്ല. എൻ്റെ മോൻ ഉപ്പാന്റെ മോത്തോക്കി പറഞ്ഞ് അനക്ക് വളറിയില്ലാന്ന്. എന്താണ് ഇവിടെ? ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണാവോ? ഇരിക്ക. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കിട്ടിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്ത് ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്ക്. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി. മാറി നിക്ക്. വേണ്ട, വാ എൻ്റെ കൂടെ. ഞാനാ വിളിക്കണേ വരാൻ. ഇതെന്റെ വാക്കല്ല, അവനാ നിന്നെ വിളിക്കണേ. നീലൻ പറഞ്ഞത് കേൾക്ക. ഇല്ലാച്ചാ തീയിലേക്ക് ഞാനും വീഴും. അപ്പന്റെ മുന്നിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പറ്റിയിട്ടില്ല. എന്തായാലും മോന്റെ വലിയ സന്തോഷമായി. ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അപ്പാപ്പനെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത്. ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ച ആളാണ് ഇന്നസെന്റ് ഏട്ടൻ. ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, പല പല കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നിവിടെ നിൽക്കുമ്പോൾ ഷൂട്ടിൻ്റെ തിരക്കൊക്കെ കാരണം ഒരുപാട് സമയമൊന്നും ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റി കാണത്തില്ല. എന്നാലും ഇന്നുവിൻ്റെ മനസ്സിൽ ഇന്നസെന്റ് ഏട്ടനുമായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറി എന്താ? ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു ഓർമ്മയുണ്ട്. അപ്പാപ്പൻ എൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്.
ഞങ്ങളിവിടെ എറണാകുളത്ത് താമസിക്കുമ്പോൾ ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങൾ കളിക്കാൻ പോകും പുറത്തേക്ക്. അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങള് അന്ന വേഗം ഇങ്ങനെ ഓടി. അപ്പം ഞാനും അതിൻ്റെ പുറകെ ഓടി. ഞാൻ പെട്ടെന്ന് ഒരു മാൻ ഹോളിലേക്ക് വീണു. മാൻ ഹോളിലേക്ക് വീണപ്പോൾ തന്നെ അന്ന ഇങ്ങനെ എന്നെ പുറകിലേക്ക് നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല. അപ്പം അന്നയ്ക്ക് മനസ്സിലായി ഞാൻ ഈ മാൻ ഹോളിൻ്റെ ഉള്ളിൽ വീണു എന്നുള്ളത്. അപ്പോൾ അവള് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ദേ ഇന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുണ്ട്. ഇത് കേട്ട് അപ്പാപ്പൻ വന്നു. അപ്പാപ്പനുണ്ടായി ഞങ്ങളുടെ കൂടെ. അങ്ങനെ അപ്പാപ്പൻ ആ മാൻ ഹോളിലേക്ക് രണ്ടും കൽപ്പിച്ച് ഇറങ്ങാണ്. ഒരു പക്ഷേ അങ്ങനെ അപ്പാപ്പ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ ഒന്നും കാണാൻ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പാപ്പന് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പാപ്പൻ കാരണമാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതും. എനിക്ക് ആ പേരിനെ ഇനി ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനെനിക്ക് ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റിൽ ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. ഹായ് ഗായ്സ് എന്നാണ് ആ സിനിമയുടെ പേര്. അതില് ബിജുക്കുട്ടൻ ചേട്ടനുണ്ട് എൻ്റെ ഒപ്പം. ഇനി അഭിനയിക്കാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിനു മുമ്പ് അപ്പാപ്പന്റെ കൂടെ ലൊക്കേഷനിൽ വല്ലതും പോയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ലൊക്കേഷനിൽ പോകാൻ അങ്ങനെ അവസരം ലഭിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് എനിക്ക് ക്ലാസ് ഉണ്ടാവേ. അപ്പൊ എനിക്ക് അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് നടക്കില്ല. വീട്ടിലെ സമ്മതിക്കില്ലേ? ഇന്നസെന്റ് ആയിട്ടും പറയുന്ന ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാണ് പറയണത്. വളരെ കൂളായിട്ട് നിന്നിട്ട് അത് നമുക്ക് ഭയങ്കര പ്രത്യേക ഒരു ഇഷ്ടം തോന്നും കേട്ടോ. എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ നായകൻ നിങ്ങൾ രണ്ടുപേരാണെന്ന് തോന്നുന്നു. കാരണം ടിനിയുടെ മോനും ഇന്നു ആണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു എന്താണ് +1 +2 എന്തോ ഒരു സ്കൂൾ കഥയാണ്. +2 വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. ഇത്രയും വലിയൊരു ഫ്ലോറിൽ എന്നെ നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് വിളിച്ചതിലും വലിയ സന്തോഷം. അതാ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾക്ക് കുറച്ച് സമയം ഇന്നുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്താ പഠിക്കുന്നത്? ഇന്നു ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ 3rd ഇയർ ആണ്. അവിടെ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ ക്രൈസ്റ്റ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.